ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പഴയകാല കർക്കിടക വിഭവമായിട്ടുള്ള ഉലുവ കൂട്ടാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഉലുവ കൂട്ടാനൊന്നും ആരും കർക്കിടകത്തിൽ ഉണ്ടാക്കി കാണാറില്ല. സാധാരണ നമ്മൾ കർക്കിടക ചികിത്സയ്ക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഊണിനാണ് ഇതുപോലുള്ള ഉലുവ കൂട്ടാനും പത്തിലത്തോരനും ഒക്കെ നമ്മൾക്ക് വിളമ്പി കാണാറ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഴയകാല രുചിയായിട്ടുള്ള ഈ ഒരു ഉലുവ കൂട്ടാനാണ്. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ പാകത്തിന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കരുത്. അങ്ങനെ ആക്കിയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോ നമ്മളുടെ ഉലുവയൊക്കെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിന് വേണം നമ്മൾക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഉലുവ മൂത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയും ഒരുപാട് കരിഞ്ഞു പോവാതെ ഒരു പാകത്തിന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോ ചെറിയ ഉള്ളി കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാതെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയി കിട്ടിയാൽ മതിയാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ തക്കാളിയും പച്ചമുളകും ഒക്കെ ഈ എണ്ണയിൽ കിടന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ ഉലുവയും തക്കാളിയും ഒക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉലുവ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഉലുവയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉലുവയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് കിട്ടും. ഉലുവ വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അരയ്ക്കാനായി വെള്ളമല്ല ഒഴിക്കുന്നത്, തൈര് ചേർത്താണ് ഇത് അരയ്ക്കുന്നത്. തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള തൈര് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തവി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിന്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് തൈരിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 3 തവി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നല്ല പാകത്തിന് അരച്ചെടുത്തു കൊണ്ടുവരാം. ഉലുവ കൂട്ടാന്റെ അരപ്പ് ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. ഉലുവയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉലുവയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. ഇത് ഒരുപാട് വെന്ത് ഉടയാൻ പാടില്ല. പാകത്തിനുള്ള വേവായിരിക്കണം. നമ്മൾ ഇങ്ങനെ ഉലുവ എടുത്ത് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അതിന്റെ തൊണ്ട് പുറമേ വന്നിട്ട് ഉള്ളിലെ പരിപ്പ് നന്നായി ഒന്ന് ചതഞ്ഞു കിട്ടുന്ന ഒരു പാകത്തിനാണ് ഉലുവയുടെ വേവ് എന്ന് പറയുന്നത്. ഈ ഒരു കറി ഒട്ടും കയ്പില്ലാത്ത ഒരു കറിയാണ്. സാധാരണ ഉലുവ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് കയ്പാണെന്ന്. പക്ഷെ ഇത് ഉലുവ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഒട്ടും കയ്പുണ്ടാവില്ല. ഉലുവയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കരയും ഉപ്പും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് പാകത്തിനൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയും ആകരുത്.
ഞാനിവിടെ മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ ഉലുവ കൂട്ടാന്റെ ഒരു പാകം കറക്റ്റ് ആണ്. ഇത്ര ലൂസിലായിരിക്കണം കറി ഇരിക്കേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോ കറിയൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ കടുക് താളിച്ചൊഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കർക്കിടകത്തിലെ ഉലുവ കൂട്ടാനൊക്കെ കടുക് താളിച്ചൊഴിക്കാതെ ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഉലുവ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ കർക്കിടകത്തിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.